മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ സർക്കാരിനെയും ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കോൺഗ്രസ് വക്താവ് എന്ന നിലയിലുള്ള വൈരാഗ്യവും വിരോധവുമാണ്. അതിങ്ങനെ തീർക്കുകയാണ്. ഇങ്ങനെ തീർത്താൽ അദ്ദേഹത്തിൻ്റെ സുഖം കിട്ടിയിരിക്കും, മനസ്സിനൊരു സുഖം കിട്ടിയിരിക്കും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമല്ല ഇന്നലെ വെളുപ്പാങ്കാലത്ത് പോയി ആ വീട്ടിൽ നിന്ന് പിണറായിയുടെ പോലീസ് ഉണർത്തിയത്. കേരളത്തിലെ യുവ ചൈതന്യത്തെ മുഴുവനാണ് ഉണർത്തിയത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെയും കേരളത്തിലെ UDYFിനെയും കേരളത്തിലെ UDFിനെ കൂടിയാണ് കുറേ കൂടി ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി അവിടെ ചെന്ന് ഇത് ചെയ്തത്. അതിൻ്റെ റിസൾട്ട് അതാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് വളരെ ക്രൂരമായ നടപടിയാണ്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഈ ജയിലിൽ കൊണ്ടുവരുന്നത് വരെ കണ്ടോൺമെൻറ്റിലെ SHO വളരെ മോശമായും ക്രൂരമായും ആണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പെരുമാറിയത്. മുകളിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് പെരുമാറാൻ പാടില്ലാത്ത ഭാഷയിലും രീതിയിലുമാണ് അയാൾ പെരുമാറിയത്. ഞങ്ങൾക്കറിയാം, ഇത്രയും ഞാൻ പറയുന്നത്. അതങ്ങനെയാണ് പെരുമാറിയത്. ഞങ്ങൾക്കറിയാം അത്ര മോശമായിട്ടാണ് അയാൾ പെരുമാറിയത്. ഞാൻ വേറൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും സമരം ചെയ്തതിൻ്റെ പേരിൽ കാണിക്കേണ്ട സമീപനമല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്ത പാർട്ടിയാണ് CPM. ആ CPMൻ്റെ നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സമരങ്ങളെയും പ്രതിഷേധങ്ങളോടും അദ്ദേഹത്തിനുള്ള വിരോധവും വിദ്വേഷവും അസഹിഷ്ണുതയും പിന്നെ അധികാരത്തിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവുമാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇതൊന്നും കണ്ട് ഞങ്ങളാരും പിന്മടങ്ങാൻ പോകുന്നില്ല. പൂർവാധികം ശക്തിയോടുകൂടി ഈ ധിക്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും ഇയാളെ താഴെ ഇറക്കുന്നത് വരെ ഞങ്ങൾ പോരാടും. MV ഗോവിന്ദൻ പറഞ്ഞത് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ്. എന്തിനാണ്? പ്രോസിക്യൂഷൻ്റെ കേസാണ്. ഇയാൾ 4 ദിവസം ആശുപത്രിയിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഡിസ്ചാർജ് സമ്മറിയാണ്. ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിലെ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിസ്ചാർജ് സമ്മറിയാണ്. അതാണോ വ്യാജരേഖ? അതാണോ വ്യാജരേഖ? ഇയാൾക്ക് എവിടെ നിന്ന് വിവരം കിട്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത്? സ്ഥിരമായി വിവരക്കേട് പറയാറുണ്ട് MV ഗോവിന്ദൻ. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരാളുടെ അസുഖത്തെ സംബന്ധിച്ച് അത് വ്യാജരേഖയാണെന്ന് പറയാനുള്ള അത്രയും വിവരക്കേട് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കാണിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെയാണല്ലോ ഇതിനെ നയിക്കുന്നതെന്നുള്ള സാധനം.